എല്ലാ നല്ല സ്നേഹിതർക്കും ഞങ്ങളുടെ സായാഹ്ന വന്ദനങ്ങളെ അറിയിക്കുന്നു. കേരളത്തിന്റെ സാമൂഹിക സാംസ്കാരിക മതരംഗങ്ങളിൽ തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച അസംബ്ലി ബോർഡ് പ്രസ്ഥാനത്തിന്റെ പാലോട് സെക്ഷന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന പെസഹാദിന രക്ഷാസന്ദേശ യാത്രയുടെ സമാപന യോഗമാണ് ഇന്ന് ശംഖുമുഖത്ത് എത്തിയിരിക്കുന്നത്. ഇന്ന് രാവിലെ വിതുരയിൽ നിന്ന് ആരംഭിച്ച് വിതുര മുതൽ ഈ ശംഖുമുഖം തീരം വരെ എത്തുന്ന പല ജംഗ്ഷനുകളിലും പ്രോഗ്രാമുകൾ അവതരിപ്പിച്ച് സന്ദേശങ്ങൾ അറിയിച്ച് ആളുകളോട് സംവദിച്ച് ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ എത്തി നിൽക്കുകയാണ്. ഒരുപക്ഷെ ഇന്ന് ഞങ്ങൾ ഈ യാത്ര ഇവിടെ എത്തുമ്പോൾ ആളുകളോട് ഹൃദ്യമായി പറയാനുള്ള ഒരു സന്ദേശം പെസഹായുടെ സന്ദേശമാണ്. ഇന്ന് ലോകത്തിലെ എല്ലാ ക്രൈസ്തവരും ഒരുപോലെ ഇല്ല, ലോകത്തിലെ മാലോകരെല്ലാവരും ഒരുപോലെ ആഘോഷിക്കുന്ന ഒരു മഹനീയമായ ഉത്സവമാണ് പെസഹ. അതുകൊണ്ട് തന്നെ ഈ പെസഹ ദിനത്തിൽ ഈ നാടിനോട് ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങളുടെ ഈ സന്ദേശം പങ്കുവെക്കുമ്പോൾ വളരെ ആവേശവും വളരെ ആദരവും ഞങ്ങൾക്ക് ഏറെ തോന്നാറുണ്ട്. ഈ ശംഖുമുഖം എന്ന് പറയുന്നത് പ്രഭാഷണങ്ങളുടെ ഒരു കടിത്തൊട്ടിലാൽ നാനാജാതി മതസ്ഥപ്പെട്ട ഒട്ടനവധി പ്രഭാഷണങ്ങൾ നടത്തുന്നൊരിടം. ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാർ പ്രസംഗിച്ച് തഴമ്പിച്ചു പോയ ഒരു മണ്ണാണ് ഈ ശംഖുമുഖം തീരം എന്ന് പറയുന്നത്. എന്തുകൊണ്ടും വശ്യസുന്ദരമായ ഒരു നാട്, ഏതൊരാളെയും മോഹിപ്പിക്കുന്ന കൊതിപ്പിക്കുന്ന ഒരു നാട്. ഈ നാടിലേക്ക് ഒരാൾ എത്തിച്ചേർന്നാൽ തിരിച്ചു പോകാൻ ഇഷ്ടപ്പെടാത്ത ഒരു പ്രത്യേകമായ വശ്യതയുള്ളൊരു നാട്. വിമാനത്താവളവും കടൽ തീരവും ഒരുപോലെ കോർത്തിണക്കിക്കൊണ്ട് ഒരു സൗന്ദര്യത്തിന്റെ പൂർണ്ണത ചമച്ചെടുത്ത ഒരു നാടാണ് ഈ ശംഖുമുഖം എന്ന് പറയുന്നത്. ആരാട്ടുകളുടെയും ശംഖുകളുടെയും മനോഹാരിത കൊണ്ട് ഈ നാട് ഏറെ പ്രിയകരമായിരിക്കുന്നു വിനോദസഞ്ചാരികൾക്ക്. അതുകൊണ്ട് തന്നെ ഈ നാടിനെ എല്ലാവരും കച്ചവട കണ്ണോടുകൂടി കാണുന്ന ഒരു മഹനീയമായ ഒരവസ്ഥയും ഈ നാടിനുണ്ട് എന്നുള്ളത് ഏറെ പ്രചാരമാണ്. എന്നിരിക്കുമ്പോൾ തന്നെ ഈ നാടിൽ വന്നിറങ്ങുന്ന ആളുകളുടെ മുമ്പിൽ ഇങ്ങനൊരു സന്ദേശം ഞങ്ങൾ പങ്കുവെക്കുമ്പോൾ സ്നേഹത്തോടെ പറയാൻ, സാഹോദര്യത്തോടെ പറയാൻ, സൗഹൃദത്തോടെ പറയാൻ മഹനീയമായി ഞങ്ങൾക്കൊന്നുണ്ട്. പ്രിയരെ, ഞങ്ങൾ അറിഞ്ഞത് നിങ്ങളെയും അറിയിക്കുക എന്നുള്ളതാണ്. ഇന്ന് ഞങ്ങൾ ചെറുപ്പക്കാരായ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ, മിടുക്കന്മാരായ ഞങ്ങളുടെ മക്കൾ ഇവിടെ സ്കിറ്റുകൾ അവതരിപ്പിച്ചിട്ടുണ്ട്, പാട്ടുകൾ പാടിയിട്ടുണ്ട്. അവർ പലതരത്തിലുള്ള കലാവാസനകൾ അവതരിപ്പിച്ചുകൊണ്ടുള്ള കലാപരമായ സൃഷ്ടികൾ കൊണ്ട് നിങ്ങളുടെ മുമ്പിൽ അവർ വന്നിട്ടുണ്ട്. ഇതെല്ലാം വന്നത് ഒരൊറ്റൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ആ കാര്യം ഇതാണ്: നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്താൻ കഴിയുമെങ്കിൽ കഴിയട്ടെ എന്ന് കരുതിയിട്ടാണ്. ഇന്ന് കേരളം ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ലഹരിയാണ്. ഒരുപക്ഷെ പണ്ടുള്ള കാലങ്ങളിൽ ഏതെങ്കിലും ഒരു തെങ്ങിൻ തോപ്പിനകത്തോ ഏതെങ്കിലും ഒരു കളിഷേപ്പിനകത്തോ പ്രായമുള്ളവർ ഒന്നിച്ചുകൂടിയിരുന്ന് പനങ്കൊള്ളോ തെങ്ങുകൊള്ളോ ഒക്കെ കുടിച്ച് രണ്ട് വെടിവെട്ട് വർത്തമാനവും പറഞ്ഞ് രാത്രി ആരോടും ഒന്നും മിണ്ടാതെ തങ്ങളുടെ ചാരുകസേനയിൽ വന്ന് കിടന്ന് അല്ലെങ്കിൽ ഉമ്മറത്ത് കിടന്ന് ഉറങ്ങുന്ന ഒരു പ്രായമുള്ളൊരു തലമുറയുണ്ടായിരുന്നു. അതങ്ങോട്ട് മാറി ഇച്ചിരി കൂടെ ഇങ്ങോട്ട് വന്നപ്പോൾ വീടിനകത്ത് അമ്മയും അപ്പനും മക്കളും ഒന്നിച്ചിരുന്ന് മദ്യപാനത്തിന്റെ ആഘോഷ ലാവുകൾ പങ്കുവെക്കുന്ന ഒരു സംസ്കാരം കേരളത്തിലേക്ക് ഉണ്ടായി വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിനുശേഷമോ പലതരത്തിലുള്ള ചെറുതും വലുതുമായ ലഹരി പദാർത്ഥങ്ങൾ ഞങ്ങളുടെ നാടിൽ സുലഭമായി. ചെറിയ പെട്ടിക്കടകൾ മുതൽ വലിയ ഹോട്ടൽ വരെ അല്ലെങ്കിൽ വലിയ സൂപ്പർ മാർക്കറ്റുകൾ വരെ ഒരുപോലെ സുലഭമായി കിട്ടുന്ന ഒരുപാട് ലഹരി പദാർത്ഥ ചരക്കുകൾ നമ്മുടെ നാട്ടിൽ സുലഭമായി കച്ചവടം ചെയ്യാൻ തുടങ്ങി. ആരും അതിന് യാതൊരു വിധത്തിൽ വിലയും കൽപ്പിക്കാതെ അവരുടെ കച്ചവട കണ്ണോടുകൂടെ നമ്മുടെ നാടിനെ വേദനിപ്പിക്കുന്ന ഒട്ടനവധിയായ ലഹരി പദാർത്ഥങ്ങൾ അവർ ഇവിടെ കച്ചവടം ചെയ്യാൻ തുടങ്ങി. കാലങ്ങൾ ഇച്ചിരി അങ്ങോട്ട് മാറി. ഇപ്പൊ സിന്തറ്റിക് യുഗമാണ്, രാസലഹരിയാണ്. ഒരുപക്ഷെ ഇഞ്ചക്ഷനുകളുടെ കാലം മാറി. അതുപോലെ തന്നെ കുത്തിവെച്ച് ലഹരി കണ്ടെത്തുന്ന കാലം മാറി. കുടിച്ചും വലിച്ചുമുള്ള ലഹരിയുടെ കാലം മാറി. ഇപ്പൊ സ്റ്റാമ്പായി. ഇപ്പൊ ക്രിസ്റ്റൽ പരുവത്തിന്, തരിപ്പരുവത്തിന് ഒരു കാട്ടെടുത്ത് വെച്ച് ചുമ്മാനെ ഒന്ന് ഉരച്ചാൽ വലിച്ചു കയറ്റുന്ന മാസ്മരിക ലഹരിയുടെ കാലമായി. അതിനർത്ഥം എത്രയോ ആഴമുള്ള ലഹരി പദാർത്ഥങ്ങളാണ് നമ്മുടെ തലമുറ വലിച്ചു കയറ്റുന്നത്. ഇതെല്ലാം പറഞ്ഞ ആളുകളെ പേടിപ്പിക്കാനല്ല ഞങ്ങൾ ഇവിടെ വന്നത്. അതിനൊട്ടനവധിയായ മാധ്യമങ്ങൾ ഇവിടെയുണ്ട്, അവരെല്ലാം അതിന്റെ പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ പറഞ്ഞാൽ ആളുകൾ മാറില്ല എന്ന് ഞങ്ങൾക്കറിയാം. എന്നാൽ പ്രിയരെ, അതിനേക്കാൾ അപ്പുറമായി എന്താണ് ഞങ്ങൾക്ക് സംസാരിക്കാനുള്ളത്? ഒരു വ്യക്തി ലഹരി ഉപയോഗിച്ചാൽ അവൻ ഒരു കുടുംബത്തെ ഇല്ലാതാക്കുന്നു. ആ കുടുംബം ഇല്ലാതായാൽ ഒരു നാടില്ലാതാകുന്നു. ഒരു നാടില്ലാതായാൽ ഒരു രാജ്യമില്ലാതാകുന്നു.
ഇല്ലാതാകുന്നു. ഒരു രാജ്യം ഇല്ലാതായാൽ ഒരു ലോകം തന്നെ ഇവിടെ ഇല്ലാതാവുകയാണ്. അങ്ങനെയാണ് യാഥാർത്ഥ്യങ്ങൾ നമ്മൾ കാണാൻ കഴിയുന്നത്. അർത്ഥമെന്ന് പറഞ്ഞാൽ ഒരാളുടെ തിന്മ കൊണ്ട് ഒരു ലോകം മുഴുവൻ വേദനിക്കപ്പെടുമെന്നുള്ളതിന് രണ്ട് തർക്കമില്ല. അങ്ങനെയുള്ള ഈ കാലഘട്ടത്തിലേക്ക് മനുഷ്യരെത്തുമ്പോൾ ഒരാളെങ്കിൽ ഒരാൾ രക്ഷപ്പെട്ടാൽ, ആ ആൾ രക്ഷപ്പെട്ടാൽ ഞങ്ങൾ സംതൃപ്തരാണ്, ചാരിതാർത്ഥ്യമുള്ളവരാണ്. ഈ ദിവസം ഞങ്ങൾ ഏറെ ധന്യമുള്ളവരാണ്. കാരണം അത്രമാത്രം ഞങ്ങൾ ഇഷ്ടപ്പെടുന്നു ഒരാളിന്റെ രക്ഷ എന്നുള്ളത് പ്രിയരെ. എന്നാൽ എന്തുകൊണ്ടാണ് ഞങ്ങൾ ഇത് പറയുന്നത്? ഒരുപക്ഷെ നമ്മുടെ കുടുംബങ്ങൾ വല്ലാതെ വേദനിക്കുന്നുണ്ട്, വല്ലാതെ തകരപ്പെടുന്നുണ്ട്. ഒരു അനുഭവം കൂടെ, ഒരു സംഭവകത കൂടെ പറഞ്ഞുകൊണ്ട് എന്റെ പ്രഭാഷണത്തെ ഞാൻ അവസാനിപ്പിക്കാൻ താല്പര്യപ്പെടുകയാണ്. ഞങ്ങളുടെ പ്രിയ കുറച്ച് സ്നേഹിതന്മാർ ഒരിക്കലായിട്ട് അവർ കണ്ണൂർ ജയിൽ സന്ദർശിക്കാനായിട്ട് കടന്നുപോയി. അവിടെ ചെല്ലുമ്പോൾ അവിടെ ലഘുലേഖകൾ വിതരണം ചെയ്ത് ആളുകളോട് സംസാരിച്ച് അവരോട് പ്രാർത്ഥനാപൂർവമായി ഇടപെട്ട് അവരോട് കൗൺസിലിംഗ് ചെയ്ത് അങ്ങനെയുള്ള കുറെ സഹോദരന്മാർ അവർ യാത്ര ചെയ്യുകയാണ്. അങ്ങനെ കണ്ണൂരിന്റെ ജയിലിൽ അവർ ചെല്ലുമ്പോൾ അവിടെയുള്ള വനിതാ സെല്ലിൽ അവർ പല ആളുകളെയും കണ്ടു. ആ കൂട്ടത്തിൽ ഒരു സഹോദരിയെ കണ്ടു, സ്വന്തം മകനെ കൊലപ്പെടുത്തിയ ഒരു സഹോദരിയെ. പെട്ടെന്ന് നമ്മൾ ഞെട്ടിപ്പോകും. സ്വന്തം മകനെ കൊലപ്പെടുത്തിയ ഒരു സ്ത്രീയോ, ഇത്ര വൃത്തികെട്ട സ്ത്രീയോ, ഒരമ്മ തന്റെ കുഞ്ഞിനെ കൊല്ലുകയോ ഇങ്ങനെയാണോ ചെയ്യുന്നത് എന്ന് നമ്മൾ തോന്നിപ്പോകും. അത് കൊന്നത് എങ്ങനെയാണ്? മകന് കൊടുത്ത പാല് വിഷം കലർത്തി മകനെ കൊന്നിട്ടാണ് അമ്മ ജയിലിനകത്ത് വന്ന് കിടക്കുന്നത്. കേൾക്കണമോ പ്രിയരെ? ആ സഹോദരിയുടെ ആ ആളുകൾ കേട്ടപ്പോൾ തന്നെ മകനെ കൊന്ന ഒരാളെന്ന് കേട്ടപ്പോൾ പുച്ഛത്തോടുകൂടി തിരിച്ച് ആ സഹോദരന്മാർ നടക്കാൻ തുടങ്ങി. അപ്പോഴും അവർ പറയുന്ന ഒരു കാര്യമുണ്ട്. തൊട്ടടുത്തുള്ള ജയിലിൽ ആ കിടക്കുന്ന അവർ പറഞ്ഞു, സഹതടവുകാർ പറയുന്നു, അവര് വെറുതെയല്ല മകനെ കൊന്നത്, വെറുതെയല്ല മകനെ കൊന്നത്. തിരിച്ചു നടന്ന ആ സഹോദരിയോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ മകനെ കൊന്നത്? ആദ്യമൊന്നും പറയാൻ വിസമ്മതിച്ചുകൊണ്ട് മുഖം വെട്ടിത്തിരിച്ച് ആ സഹോദരി അവരോട് നിസ്സംഗതയായി പെരുമാറി. എന്നാൽ ഒരല്പസമയം കൂടെ കഴിഞ്ഞപ്പോൾ അവരുടെ ഹൃദയം തുറക്കാൻ തുടങ്ങി, അവരുടെ വായ് തുറന്നു. അവർ പറഞ്ഞു, ഞാൻ എന്റെ മകനെ കൊന്നത് അത് ഒരു വലിയ കഥയാണ്. എന്റെ ഭർത്താവ് ഗൾഫിലാണ് ജോലി, വലിയ കുടുംബമുണ്ട്, 2 നില വീടുണ്ട്, എല്ലാ സൗകര്യങ്ങളുമുണ്ട്, ഇഷ്ടംപോലെ പണം ഞങ്ങളുടെ വീട്ടിലുണ്ട്. ഞങ്ങൾക്ക് ഏക മകനെ ഉണ്ടായിരുന്നുള്ളൂ, അവന് ഞാനുമാണ് വീട്ടിലുള്ളത്. ഇഷ്ടംപോലെ പണം ഭർത്താവ് അയച്ചു തരുന്നത് കൊണ്ട് ഞങ്ങൾ സന്തോഷത്തോടെ ജീവിച്ചു. പക്ഷേ കുറച്ചു കഴിഞ്ഞപ്പോൾ എന്റെ മോന്റെ പോക്ക് ഞങ്ങൾക്കറിയില്ല. പക്ഷേ അവന് 13 വയസ്സായി പ്രായം. ആ സമയത്ത് വല്ലാത്ത കൂട്ടുകാരുണ്ട്, ഒരുപാട് ബന്ധങ്ങളവനുണ്ട്. ഇതൊന്നും ഞാൻ വലിയ കാര്യമായി ഗവനിച്ചില്ല. എന്നാൽ എല്ലാ രാത്രിയിലും അവൻ സ്നേഹത്തോടെ എന്റെ അടുക്കൽ വരികയും എന്നോട് വർത്തമാനം പറയുകയും ചെയ്യും. പക്ഷെ പിന്നെ അവൻ എവിടെ പോകുന്നു എന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ടാണ് നിങ്ങൾ മകനെ കൊന്നത്. അവർ പറഞ്ഞു, അല്ല, മകനെ കൊന്നത് അതുകൊണ്ടല്ല, അതിനേക്കാൾ അപ്പുറമായി ഒരു ഭാര്യ പറഞ്ഞു, എന്റെ ഭർത്താവ് ഗൾഫിലിരിക്കെ ഞാൻ ഗർഭിണിയായി. എന്റെ ഭർത്താവ് ഗൾഫിലിരിക്കെ ഞാൻ ഗർഭിണിയായി എന്ന് കേട്ടപ്പോൾ ഞാൻ ടെസ്റ്റുകൾ നടത്തി. അത് എന്റെ പ്രഗ്നൻസി ടെസ്റ്റുകൾ ഞാൻ പാസ്സായി. അതിൽ ഞാൻ പ്രഗ്നന്റ് ആണ് എന്ന് ഉറപ്പിച്ച് ഡോക്ടർമാർ പറഞ്ഞു. ഞാൻ ആകെ തകർന്നു പോയി. എനിക്കറിയത്തില്ല ഞാൻ അങ്ങനെ ഗർഭിണിയായി. ഭർത്താവ് വിശ്വസിച്ചില്ല. അദ്ദേഹം ഭയങ്കര ക്രൂരമായി ഇടപെടുകയും ദേഷ്യപ്പെടുകയൊക്കെ ചെയ്തു. ഏതൊരാൾ ചെയ്യുന്നത് പോലെ അദ്ദേഹം ചെയ്തോളൂ. പക്ഷേ അവർ യാതൊരു വിധത്തിലും അവർക്കറിയാം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. പക്ഷെ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് ആ സ്ത്രീക്ക് അറിയത്തില്ല. അവർ വേദനയോടെ അവർ നിൽക്കുന്നു. പക്ഷേ എന്താണെന്ന് അറിയത്തില്ല. ഏറ്റവും ഒടുവിൽ ആ ഡോക്ടറോട് അവർ പറഞ്ഞു, എനിക്ക് നിശ്ചയമായിട്ട് രക്ഷപ്പെടണം, എന്റെ നിരപരാധിത്വം തെളിയിക്കണം, ഞാൻ ഈ കുഞ്ഞിനെ പ്രസവിക്കും, DNA ടെസ്റ്റ് ഞാൻ എടുക്കും, എന്നിട്ട് ഞാൻ ചോദിക്കും ആരാണ് ഈ കുഞ്ഞിന്റെ അച്ഛനെന്ന്. എന്നാൽ ആ ഡോക്ടർ ഈ സ്ത്രീയുടെ വേദന മനസ്സിലാക്കി പറഞ്ഞു, നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയാണുള്ളത്? അവൾ പറഞ്ഞു, എന്റെ വീട്ടിൽ ഞാനും മോനുമേ ഉള്ളൂ. ചോദിച്ചു, അമ്മായിയപ്പനുണ്ടോ? ഇല്ല. ഭർത്താവിന്റെ സഹോദരങ്ങളുണ്ടോ? ഇല്ല. മറ്റ് ബന്ധുക്കളെ ആരെങ്കിലും നിങ്ങൾ വീട്ടിൽ താമസിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ചോദിച്ചു, പിന്നെ ആരും? എന്റെ മകൻ മാത്രമാണ്. അവർ ചോദിച്ചു, എന്താണ് നിങ്ങളുടെ മകനുമായുള്ള ബന്ധം? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് എന്റെ മോൻ. എല്ലാ രാത്രിയിലും എനിക്കൊരു ഗ്ലാസ് പാല് അവന്റെ കൈ കൊണ്ട് കാച്ചി എനിക്ക് തന്നിട്ടാണ് അവനും ഞാനും ഉറങ്ങാൻ പോകുന്നത്. എന്നാൽ ഉടനെ ആ ഡോക്ടർക്ക് പെട്ടെന്നൊരു സംശയം. ആര് പറഞ്ഞു, ഇന്ന് രാത്രി നിങ്ങൾ മകൻ പാല് തരുമ്പോൾ ആ പാല് കുടിക്കരുത്, പകരം ആ പാൽ ഒഴിച്ചു കളഞ്ഞ് കുടിച്ചു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കിടന്നുറങ്ങാൻ ചെല്ലണം. അത് ആ സഹോദരിക്ക് വലിയ ഷോക്കായി. എങ്കിലും ഡോക്ടർ പറഞ്ഞതല്ലേ, പരീക്ഷണാർത്ഥം വേദനയോടെയാണെങ്കിലും അന്ന് രാത്രി അവർ റൂമിലേക്ക് കിടക്കാൻ പോകുമ്പോൾ മകൻ പാലുമായിട്ട് ആ സ്ത്രീയുടെ അടുക്കലേക്ക് ചെല്ലുന്നു. ആ സ്ത്രീയിൽ നിന്ന് ആ പാല്
സന്തോഷത്തോടെ അവൾ മേടിച്ചു. ആ റൂമിനകത്തേക്ക് പോയി ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ അവൾ ഞെട്ടിപ്പോയി. അവളുടെ സ്വന്തം മകൻ ആ വാതിൽ തള്ളി തുറന്ന് അവളുടെ അടുക്കലേക്ക് വരികയാണ്. കട്ടിലിൽ കിടക്കുന്ന അവളുടെ പുറത്തേക്ക് അവൾ ചാടി വീഴുന്നത് അറിയാതെയെങ്കിലും ഞെട്ടലോതെങ്കിലും അവൾ നോക്കി നിൽക്കേണ്ടി വന്നു. അപ്പോൾ അവൾക്ക് മനസ്സിലായി, എന്റെ കുഞ്ഞിന്റെ അച്ഛനാര് യാതൊന്നും നോക്കിയില്ല. അവൻ ചെയ്തതുപോലെ തന്നെ പാലിൽ വിഷം കലർത്തി മകനെ കൊന്നിട്ട് ആ സഹോദരി ജയിലിൽ പോയി. അവൾ പറഞ്ഞു, എന്റെ മകന്റെ കൊച്ചനെ ചുമന്നുകൊണ്ട് എനിക്ക് ഈ വീട്ടിൽ നടക്കാൻ എനിക്ക് കഴിയത്തില്ല, എനിക്ക് ജീവിക്കാൻ കഴിയത്തില്ല. എനിക്കൊരു മകൻ വേണം. അത് ഞാൻ എന്റെ ഗർഭത്തിൽ ചുമക്കുന്ന ഇവൻ മതി. പകരം ഞാൻ ആദ്യം പ്രസവിച്ച എന്റെ മകൻ വേണ്ട. കേൾക്കണമോ പ്രിയരെ, നമ്മുടെ നാട് പോയ പോക്ക് ഇത് അങ്ങ് വിദ്യാഭ്യാസമില്ല എന്ന് പറയുന്ന ഉഗാണ്ടയിലല്ല, ഏതെങ്കിലും ഒരു ഘാന എന്ന് പറയുന്ന ഒരു ആഫ്രിക്കൻ രാജ്യത്തിലല്ല, വിദ്യാസമ്പന്നരുള്ള കേരള സാക്ഷരതയിൽ 1-ാം നമ്പറായ ഒരു നാടിലാണ് ഇതൊക്കെ സംഭവിച്ചത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇതൊക്കെ പറയുമ്പോൾ ലഹരി എത്രമാത്രം ഒരു കുടുംബത്തെ സ്വാധീനം ചെലുത്തുന്നു, നമ്മുടെ നാടിനെ അസന്മാർഗതയിലേക്ക് നയിക്കുന്നു എന്ന് ചിന്തിക്കണം. അപ്പൊ ചോദിക്കും, ലഹരിയിൽ നിന്ന് മോചനം എങ്ങനെയാണ് ആളുകൾക്കുണ്ടാവുക? എന്റെ പ്രിയരെ, അതിനാളുകൾ പല രീതിയിൽ, പല ഭാഷയിൽ, പല സാഹചര്യത്തിൽ അവർ ഉത്തരം പറയുന്ന ഒരു കാര്യമുണ്ട്. അവർ പറയും, ലഹരിയിൽ നിന്ന് മാറ്റം പെടാൻ ആർക്കും കഴിയത്തില്ല, ആർക്കും ലഹരിയിൽ നിന്ന് മോചനം കൊടുക്കാൻ കഴിയത്തില്ല, രക്ഷപ്പെടാൻ പറ്റുമോ? ആർക്കാണ് ഇതിന് മാറ്റം കൊടുക്കാൻ കഴിയുക? എല്ലാവരും ചോദ്യം ചോദിക്കും. എന്റെ പ്രിയരെ, അതിനൊരു ഉത്തരമുണ്ട്. ഈ ലഹരി എന്ന് പറയുന്ന പദാർത്ഥത്തിൽ നിന്ന് ആളുകൾ മോചനം പ്രാപിക്കണമോ, അതിന്റെ ആസക്തി ഇല്ലാതാക്കണം, അതിന്റെ മൂലകാരണം ഇല്ലാതാക്കണം. അതിനർത്ഥം ഈ ലോകത്തിലെ തിന്മയുടെ, ഈ ലോകത്തിൽ കാണുന്ന അസന്മാർഗികതയുടെ, ലഹരിയുടെ ഏതൊരു തരത്തിലുള്ള ഈ ഭൂമിയിലുള്ള എല്ലാവിധമാകുന്ന ദോഷങ്ങളുടെയും ഒരു മൂലകാരണമുണ്ട്. ഇവിടെ നന്നായി ലൈറ്റ് തെളിയുന്നുണ്ട്, പലയിടങ്ങളിൽ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്, ഞങ്ങളും ലൗഡ് സ്പീക്കർ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ഒറ്റ നിമിഷം കൊണ്ട് ഇതെല്ലാം ഒന്ന് നിന്നാൽ നിങ്ങൾ എന്താ പറയുക? ലൈറ്റ് അടിച്ചു പോയി എന്ന് പറയുമോ? അല്ലെങ്കിൽ ബോക്സ് അടിച്ചു പോയി എന്ന് പറയുമോ? ഇല്ല, ഒറ്റ വാചകം പറയും, കറണ്ട് പോയി. അർത്ഥം, ഇവയെല്ലാം ചലിപ്പിക്കുന്ന, ഇവയെ പ്രവർത്തിപ്പിക്കുന്ന ഒരു ശക്തി ഇതിന്റെ പിന്നിലുണ്ട്. അതാണ് കറണ്ട് എന്ന് പറയുന്നത്. കറണ്ടിനെ ആരും കണ്ടിട്ടില്ല, പക്ഷേ അതിവയെല്ലാം ചലിപ്പിക്കുന്നു. ഇതുപോലെ മനുഷ്യരെ തിന്മയിലേക്ക്, തെറ്റിലേക്ക് നയിക്കുന്ന ഒരു ശക്തിയുണ്ട്. അതിന് ലോകം, മതങ്ങൾ, സാഹിത്യങ്ങൾ, ധാർമ്മികതകൾ, ഗുരുശ്രേഷ്ഠന്മാർ, ഋഷിവര്യന്മാർ, ഈ ലോകത്തിൽ സഞ്ചരിച്ച തത്വജ്ഞാനികൾ എല്ലാവരും ഒറ്റ വാക്കിൽ പറയുന്ന പേര് പാപം എന്നാണ്. വേദപുസ്തകം അതിന് പറയുന്ന പേരിതാണ്. എല്ലാ മനുഷ്യരും ഒരുപോലെ പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെട്ടവരായി തിരിച്ചിരിക്കുന്നു. ഏക മനുഷ്യനാൽ പാപത്താൽ മറന്നു ലോകത്തിൽ കടന്നു എന്ന് വേദപുസ്തകം പറയുന്നു. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം മുഴുത്തിട്ട് മരണത്തെ പെറുന്നു എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തിയിരിക്കുന്നു എന്ന് വേദപുസ്തകം പറയുന്നു. എന്നാൽ പ്രിയരെ, പാപത്തിന് പരിഹാരം വേണ്ടേ? ഈ ലോകത്തിൽ പാപത്തിന് പരിഹാരം വേണം. ഈ ദിവസത്തിന്റെ പേര് പെസഹ എന്ന വാക്കിനർത്ഥം ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ഒരു കുഞ്ഞാണ് യാഗമാക്കപ്പെട്ടു എന്നുള്ളതാണ്. ഒരു പക്ഷേ ആളുകൾ പറയോ, അതിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. എന്റെ പാപത്തിന് വേണ്ടിയോ, എന്റെ മക്കളുടെ പാപത്തിന് വേണ്ടിയോ, എന്റെ ഭാര്യയുടെ പാപത്തിന് വേണ്ടിയോ ഒരാൾ മരിക്കുന്നത് എനിക്കിഷ്ടമില്ല എന്നൊരു പക്ഷേ നിങ്ങൾ പറഞ്ഞേക്കാം. ഞാൻ അതിന് സമ്മതിക്കുകയും ചെയ്യാം, വിരോധമില്ല. ഇന്നിപ്പോ ഇലക്ഷന്റെ സമയമാണ്. കേരളത്തിലെ ഇന്ന് ഭരിക്കുന്ന പാർട്ടിയുടെ മുഖ്യമന്ത്രിയാണ് നമ്മുടെ നാട് ഭരിക്കുന്നത്. ഒരുപക്ഷെ അദ്ദേഹത്തെ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, താല്പര്യപൂർവ്വം സഹകരിക്കണമെന്നില്ല, അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇഷ്ടപ്പെടണമെന്നില്ല. എതിർക്കുന്നവരുണ്ട്, കരികൊടി കാണിക്കുന്നവരുണ്ട്, അതിനെതിരെ ആക്രോശം വിളിക്കുന്നവരുണ്ട് എന്ന് വിചാരിച്ച് അദ്ദേഹം നമ്മുടെ മുഖ്യമന്ത്രി ആവാതിരിക്കത്തില്ലല്ലോ. ഇതുപോലെ തന്നെയാണ്. ഞാനിന്ന് നിങ്ങളോട് പറയട്ടെ, ഒറ്റ വാചകത്തിൽ യേശു ക്രിസ്തുവിനെ നിങ്ങൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഒറ്റ വാചകത്തിൽ പറയുന്നു, മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി ഒറ്റൊരാളെ ഉലകത്തിലുള്ളൂ, അത് കർത്താവായ യേശു ക്രിസ്തുവാൻ. വേദപുസ്തകം പറയുന്നു, മറ്റൊരുത്തരിലോ രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമമേ ഉലകത്തിലുള്ളൂ, അത് യേശുവിന്റെ നാമമാണ്. എന്തുകൊണ്ട് ഞങ്ങൾ ഇത്ര ആവേശത്തോടെ യേശുവിന്റെ നാമത്തെ ഉയർത്തുന്നു എന്ന് ചോദിക്കുമ്പോ ഉത്തരം ഇതാണ്. ഇത് പെസഹ വ്യാഴം, നാളെ ദുഃഖവെള്ളി, മറ്റന്നാൾ ദുഃഖശാനി.
അതിനപ്പുറം ഒരു ഈസ്റ്റർ. കഴിഞ്ഞ ഡിസംബർ 25-ന് ഞങ്ങൾ ക്രിസ്മസ് ആഘോഷിച്ചു. എന്റെ പ്രിയരെ, കേരളത്തിലെയോ ലോകത്തിലെയോ കലണ്ടറുകളിൽ നിങ്ങളൊന്ന് നോക്ക്. അവിടെ ഏതൊക്കെ ജയന്തിയുണ്ടോ അപ്പുറത്തൊരു സമാധിയുണ്ട്. ഏതൊക്കെ ജയന്തി ആഘോഷിച്ചിട്ടുണ്ടോ ഒരു സമാധി ആഘോഷിച്ചിട്ടുണ്ട്. പക്ഷേ ക്രിസ്മസ് ആഘോഷിച്ച ഒരാൾ സമാധി ആഘോഷിച്ചിട്ടില്ല. കാരണം എന്ത്? ഒരു പെസഹ വ്യാഴത്തിന് കർത്താവ് യേശു ക്രൂശിക്കപ്പെട്ടു എന്ന് ലോകം സാക്ഷ്യപ്പെടുത്തുന്നു. അവ കല്ലറക്കകത്ത് അടക്കപ്പെട്ടു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. ദുഃഖവെള്ളി കഴിഞ്ഞുപോയി, ശനി കഴിഞ്ഞുപോയി. പക്ഷേ ഞായർ, ആ ഞായറിനെ ലോകം വിളിക്കുന്ന പേര് ഉയർത്തുന്ന ഞായറാണ്. അർത്ഥമെന്ത്? ഉലകത്തിൽ ജനിച്ചവര്, ജീവിച്ചവര്, വന്നവര്, പ്രവർത്തിച്ചവര്, അത്ഭുതം ചെയ്തവര്, വീരപ്രവർത്തിച്ചവര്, രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാക്കിയവര്, ഈ ലോകത്തെ കീഴ്മേൽ മറിച്ചവര്, നവോത്ഥാന നായകന്മാർ, അവരെല്ലാം വന്നതുപോലെ ഈ ഭൂമിയിൽ ജനിച്ചു, ജീവിച്ചു, മരിച്ചു, അടക്കപ്പെട്ടു. പക്ഷേ ഞങ്ങൾക്ക് പറയാൻ ഒരു തന്റേടമുള്ളത്, ഇന്ന് ഭൂമിയിൽ ഈ യേശു വന്നതല്ല, യേശു ജനിച്ചതല്ല, അവൻ ജീവിച്ചതല്ല, അത്ഭുതം പ്രവർത്തിച്ചതല്ല, രോഗികളെ സൗഖ്യമാക്കിയതല്ല, നല്ല ഉപദേശം നൽകിയതല്ല. അതിനേക്കാൾ അപ്പുറമോ ഈ ഭൂമിയിൽ വന്ന ജനിച്ച് ഞങ്ങൾക്കായി മരിച്ച് ഞങ്ങൾക്കായി അടക്കപ്പെട്ട്, എന്നാൽ 3-ാം ദിവസം ഹേ മരണമേ നിന്റെ ജയമെവിടെ, ഹേ മരണമേ നിന്റെ വീക്ഷണമെവിടെ എന്ന് ചോദിച്ച് മരണത്തെയോ പാതാളത്തെയും ജയിച്ച യേശു ഉയർത്തെഴുന്നേറ്റു. യേശു ജീവിക്കുന്നു, ഞങ്ങളും ജീവിക്കുന്നു. ഇതാണ് ഞങ്ങളുടെ സുവിശേഷം. ഇതാണ് ഞങ്ങളുടെ സുവിശേഷം. ചത്ത മണ്ണടിഞ്ഞ് ഏതെങ്കിലും ഒരു കല്ലറക്കകത്ത് ഒതുങ്ങുന്ന ഒരാളിനെയല്ല ഞങ്ങൾ പ്രസംഗിക്കുന്നത്. ഏതോ ഒരു ശ്മശാനത്തിനകത്തോ ഏതെങ്കിലും ഒരു കുടീരത്തിനകത്തോ ഒതുങ്ങുന്ന ഒരാളിന്റെ പുസ്തകമോ ചരിത്രമോ സാഹിത്യമോ ആത്മകഥയോ അല്ല പ്രസംഗിക്കുന്നത്. പകരമോ ഞങ്ങൾക്ക് ഉയർത്തെഴുന്നേറ്റ യേശുവിനെ ഞങ്ങൾ പ്രസംഗിക്കുന്നു. എന്റെ പ്രിയ സ്നേഹിതരെ, എന്റെ വാക്കുകൾ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. ആ യേശു ജീവിക്കുന്നു, ഞങ്ങളും ജീവിക്കുന്നു. ആ യേശുവിന്റെ സാക്ഷികൾ ഞങ്ങൾ. നിങ്ങൾ അനുഭവിക്കപ്പെടുന്ന രോഗം, പാപം, നിങ്ങൾ അനുഭവിക്കപ്പെടുന്ന വേദനകൾ, നിങ്ങൾ അനുഭവിക്കപ്പെടുന്ന കടഭാരങ്ങൾ, നിങ്ങൾ അനുഭവിക്കപ്പെടുന്ന കഷ്ടതകൾ എന്തുമാകട്ടെ, യേശുവിന് പരിഹരിക്കാൻ കഴിയും. യേശുവിന് പരിഹരിക്കാൻ കഴിയും. ആ യേശു ഇന്നും ജീവിക്കുന്നു. പ്രിയ സ്നേഹിതരെ, തിരുവചനം പറയുന്നു, അധ്വാനിക്കുന്നവർ ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എന്റെ അടുക്കൽ വരിക, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. കണ്ടാലും ഞാൻ വാതിൽക്കൽ മുട്ടുന്നു. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ ഇന്ന് രാത്രി അത്താഴം കഴിക്കും എന്ന് യേശു പറയുന്നു. അർത്ഥം, യേശുവിന് ജാതിയില്ല, മതമില്ല, വർണ്ണമില്ല, വർഗമില്ല, പണ്ഡിതനോ പാമരനോ വിദ്യാഭ്യാസമുള്ളവനോ വിദ്യാഭ്യാസം കുറഞ്ഞവനോ ആരുമില്ല. ആരാണെങ്കിലും യേശുവേ എന്റെ ഉള്ളത്തിലേക്ക് എന്ന് പറഞ്ഞമെന്ന് ഹൃദയപൂർവ്വം വിളിച്ചാൽ ഇന്ന് യേശു നിങ്ങളുടെ ഉള്ളിലേക്ക് വരും. പ്രിയരെ, നിങ്ങൾ ചോദിക്കും, എങ്ങനെ യേശുവിനെ സ്വീകരിക്കാൻ പറ്റും? ഞങ്ങളുടെ വണ്ടിയുണ്ട്, സൗകര്യങ്ങളുണ്ട്, പ്രോഗ്രാം നടത്തുന്ന ആളുകളുണ്ട്. പക്ഷേ ആർക്കും ആധാറും നിങ്ങളുടെ പാസ്പോർട്ടും നിങ്ങളുടെ ഐഡന്റിറ്റി കാർഡും കാണിച്ച് ആരെയും ഞങ്ങളുടെ മതത്തിലേക്ക് വശീകരിക്കത്തില്ല. ആരും ഞങ്ങളുടെ മതത്തിലേക്ക് ഞങ്ങൾ ചേർത്ത് പിടിക്കുന്നില്ല. പക്ഷെ ഒറ്റ കാര്യം, നിങ്ങളുടെ ആയിരിക്കുന്ന സ്ഥാനത്തിരുന്നു കൊണ്ട് യേശുവേ എന്റെ ഉള്ളത്തിലേക്കെന്ന് പറഞ്ഞമെന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിച്ചാൽ ഇന്ന് രാത്രി ആ യേശു നിങ്ങളോടുകൂടെ ഒന്നിച്ചുണ്ടാകും. എന്റെ പ്രിയ സ്നേഹിത, തകർന്നുപോയ നിന്റെ ജീവിതത്തിന്, ഉടഞ്ഞുപോയ നിന്റെ ജീവിതത്തിന്, ഒരിക്കലും രക്ഷപ്പെടത്തില്ലെന്ന് കരുതുന്ന നിന്റെ ജീവിതത്തിന് മാറ്റപ്പെടുത്താൻ കഴിയുന്ന ഒരു രക്ഷകൻ ഇവിടെ വന്നിട്ടുണ്ട്. ആ രക്ഷകന്റെ പേര് യേശു എന്നാകുന്നു. ആ രക്ഷകന്റെ പേര് യേശു എന്നാകുന്നു. കർത്താവായ യേശു വിശ്വസിക്കുക, എന്നാൽ നീ ഇതിന്റെ കുടുംബം രക്ഷ പ്രാപിക്കുക. കണ്ണി നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. പ്രിയരെ, ആ യേശു നിങ്ങളെ സ്നേഹിക്കുന്നു.